ഹലോ, ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്ഥിരമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ഡിവൈസാണ് HY929 ലീക്കേജ് ഡിറ്റക്ടർ. അപ്പോൾ ഈ ഡിറ്റക്ടർ വെച്ചുകൊണ്ട് ഇന്ന് ഒരു ഡീപ്പായിട്ട് നമ്മളൊരു സാധനം, ഒരു പൈപ്പ് ലീക്കേജ് കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് ലൊക്കേഷൻ എവിടെയെന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് ഈ തുച്ഛമായ പൈസയും കൊണ്ടുള്ള ഒരു ലീക്കേജ് ഡിറ്റക്ടർ വെച്ചിട്ട് അതിൻ്റെ എക്സാക്റ്റ് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ കറക്റ്റ് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പൈപ്പ് ലീക്കേജ് കണ്ടുപിടിച്ച് അത് പരിഹരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്താണ്, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഡിവൈസ് ആവശ്യമുള്ളവർക്ക് ഈ ഡിവൈസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് ആവശ്യമുള്ളവർക്ക് പ്ലംബർമാർക്കായാലും ഇലക്ട്രീഷ്യന്മാർക്കായാലും വളരെ ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസാണ് ഗ്രൗണ്ട് വാട്ടർ ലീക്കേജ് ഡിറ്റക്ടർ. അതായത് നമ്മൾ അടിയിലൊക്കെ ഉള്ള മണ്ണിലൊക്കെ അടിയിൽ പൊട്ടിക്കിടക്കുന്ന ഏകദേശം ഒരു 2 ഫീറ്റ് താഴേക്കുള്ള ലീക്കേജ് ഒക്കെ നമുക്ക് നോയ്സ് അതിൻ്റെ നോയ്സായിട്ട് വോയിസ് ഇങ്ങനെ നമുക്ക് കേട്ടിട്ട് കറക്റ്റ് അതിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. താമസിയാതെ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ആ ഓക്കെ. 306 ലോക്കായി പോയത്. ഹലോ, ആരാ ഉള്ളത്? പിന്നെ അതിൻ്റെ ഒന്ന് അയച്ചോ ഷീറ്റല്ല റൈറ്റ് കഴിഞ്ഞോ? അവിടെയാണ്. ഇവിടെയാണ് നല്ല സൗണ്ട് വരുന്നത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവിടുന്ന് ഇതിലേക്ക് പോണേ, വാഷ് ബേസിലേക്ക് പോണ അവിടെ അത് ഓപ്പൺ ആണോ? അല്ല, ഇത് ഓപ്പൺ ആണോ? ഇനി അടുത്ത് ചോദിക്കാം. ഇപ്പൊ തന്നെ ഉറപ്പിച്ചില്ല. ഇനിയിപ്പോ ഇവിടെ എങ്ങനെ കട്ട് ചെയ്യാൻ മറ്റേ ലോഡ് കിട്ടുന്നില്ല.
ആ പൂട്ട് 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 പൂട്ടിക്കോ. ആടാ മോനെ തുറക്ക്. ഓഫാക്ക്. വലിയുണ്ടല്ലേ. ഇതൊക്കെ ഡാമേജ്. ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ഇല്ല. ഇന്നത്തെ നമ്മൾ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2 ഇഞ്ചിൻ്റെ ഒരു എസ്ബെൻഡ് ബ്രോക്കൺ ആയതായിരുന്നു. അപ്പോൾ ഈ സ്ഥലം ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കലാണ് ടാസ്ക്. അപ്പോൾ അതിനാണ് നമ്മൾ 2-3 പ്രാവശ്യം പല പ്രാവശ്യം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഡിവൈസ് H1-929 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു ലീക്കേജ് ഡിറ്റക്ടറാണ്. പിന്നെ അതിൻ്റെ ഒരു മൈക്രോസ്കോപ്പ്. അപ്പോൾ ഈ ഫോണാണ് കേട്ടോ, മൈക്രോഫോണാണ്. അതായത് ഇത് നമ്മൾ നിലത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ ആ ഫോഴ്സും അതുപോലെ അതിൻ്റെ ആ വോയിസും എത്രമാത്രം ശക്തി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് ഒരു നോയ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ആ നോയ്സ് അനുസരിച്ചാണ് നമ്മൾ ആ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മളിവിടെ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് ഇവിടെയായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഒരു 2 സ്ഥലത്തായിട്ടാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ ലൊക്കേഷനിലാണ് നമുക്ക് വെള്ളം ബെൻഡ് ഇവിടെ ഇങ്ങനെ ആയിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ഈ ലൊക്കേഷനിലാണ്. ഇത് അങ്ങനെയായിരുന്നു ബെൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നുള്ള ആ ഫോഴ്സാണ് നമുക്കിതിൽ നോയ്സ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഓവർ നോയ്സ് എവിടെയാണ് നമ്മൾ മൊത്തത്തിൽ ഇവിടെ ഇൻസ്പെക്ഷൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മാക്സിമം നോയ്സ് കിട്ടുന്ന ആ ഒരു ഭാഗം ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്ത് പൊളിച്ചിട്ടുള്ളത്. അപ്പോൾ പരിമിതിയായ ഒരു ഇതാണ്. കാരണം ഇതിന് വലിയ ഡിവൈസുകളൊക്കെ ഉണ്ട്, ലക്ഷങ്ങളാണ് വില. അപ്പം നോർമലി നമുക്ക് ഈ ഡിവൈസിനെ കൊണ്ട് നമുക്ക് ഈ ഭാഗം കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. കാരണം ചെറിയൊരു ഡിവൈസ് ആണെങ്കിലും ചെറിയൊരു പൈസ ആണെങ്കിലും നമുക്കൊരു വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നമുക്കിപ്പോൾ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഡിവൈസിൻ്റെ പേരൊന്നുകൂടി ഞാൻ പറയാം. ലീക്കേജ് ഡിറ്റക്ടർ HY929 എന്നാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ലൈൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.